ഇടുക്കിയിൽ വേനൽ കടുത്തതോടെ ഭക്ഷണവും വെള്ളവും തേടി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. നേരം പുലരുമ്പോഴും ഇരുട്ട് വീഴും മുമ്പേയും വീടിന് പുറത്തിറങ്ങാൻ അങ്കലാപ്പിലാണ് മലയോര മേഖല. വിദ്യാർത്ഥികളെ സ്കൂളിൽ പോലും അയക്കാൻ മടിക്കുകയാണ് രക്ഷിതാക്കൾ. ഇടുക്കിയുടെ മലനിരകളിൽ രാത്രി വൈകിയും പുലർച്ചെയും ഫെബ്രുവരി മാസത്തിൽ തണുപ്പ് കടുക്കുന്നുണ്ട്. എന്നാൽ പകൽ തെളിഞ്ഞാൽ വേനൽ ചൂടിന്റെ കാഠിന്യം മുൻകാലങ്ങളിലും എത്രയോ അധികമാണ്. ഭക്ഷണവും വെള്ളവും തേടി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പതിവാകുന്നു. കാടുകളിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ വരുന്നതോടെയാണ് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. മൂന്നാർ, ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിക്കുന്നു. ചിന്നക്കനാൽ 301 കോളനിയിൽ കഴിഞ്ഞ ദിവസം 2 വീടുകളാണ് ഇവ തകർത്തത്. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ദേശീയപാതയിൽ കുത്തിമറിച്ച സംഭവവും നമ്മൾ കണ്ടു. വനം വകുപ്പ് ആനകളെ കാടുകളിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാട് കയറാൻ ഇവ മടിക്കുന്നു. 1 മാസക്കാലമായി പടയപ്പ ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുകയാണ്. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപോത്തും ജനവാസ മേഖലയിലേക്ക് എത്തിയത്. മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് കാട്ടുപോത്തെത്തിയത്. തീർത്തും ജനവാസ മേഖലയായ അടിമാലി 200 ഏക്കർ മേഖലയിൽ പുലിയെ കണ്ടതായും പ്രദേശവാസികൾ പറഞ്ഞു. ഞാൻ 200 ഏക്കറിലാണ് താമസിക്കുന്നത്. എനിക്ക് പൊളിഞ്ഞവാലത്തൊരു ചെറിയ ചായക്കടയും മുക്കാങ്കടയും എല്ലാം ഉണ്ട്. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മെഴുകഞ്ചാല് റോഡ് നടന്ന് 200 ഏക്കറിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കിടക്കുമ്പം നാട്ടുനടൻ സണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പിൻ്റെ സൈഡിൽ വെച്ച് പുലിയെ നേരിട്ട് ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോഴാണ് ഇതിനെ കാണുന്നത്. മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, 3 സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട് അതിൻ്റെ സെൻറ്ററിൽ. എൻ്റെ ലൈറ്റ് വെട്ടം കണ്ടത് പുലി നേരെ അവിടെ ഒരു വാഴത്തോട്ടത്തിലേക്ക് എടുത്തിയാടി. പിന്നെ അത് എങ്ങോട്ടാണ് പോയത് എന്നാണെന്നറിയില്ല. അതിരാവിലെ തോട്ടങ്ങളിലേക്ക് പോകേണ്ട തൊഴിലാളികളും യാത്ര ചെയ്ത വീടുകളിലേക്ക് വൈകിയെത്തേണ്ട വിദ്യാർത്ഥികളും ഭീതിയിലാണ്. വനംവകുപ്പ് സോളാർ ഫെൻസിങ്ങും സൈൻ ബോർഡുകളും കാട്ടാനകളെ തുരത്താൻ നൂതന സംവിധാനങ്ങളും ഒരുക്കുമെന്ന് ഇടവേളകളിൽ പറയുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്ക വിട്ടകലുന്നില്ല. ഒപ്പം ദിനംപ്രതി വനംവകുപ്പ് ഉറപ്പുകളിലും അവർ നിരാശരാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.